എനിക്ക് അത്യാവശ്യം നല്ല വായനാശീലമുണ്ട്. കൈ കിട്ടുന്നതെല്ലാം ഞാൻ കുത്തിയിരുന്ന് വായിക്കാറുണ്ട്. പുസ്തകങ്ങൾ പ്രത്യേകിച്ച് അതിനുവേണ്ടി ഞാൻ നല്ല സമയവും ചിലവഴിക്കാറുണ്ട്. അങ്ങനെ വായിക്കാറുണ്ടെങ്കിലും ഈ മതപരമായ ചില ലീഫ് ലെറ്ററുകൾ ചിലരൊക്കെ കൊണ്ടുതരും. അങ്ങനെയുള്ള സംഗതികളൊന്നും ഞാൻ വലിയ കാര്യമായിട്ട് മൈൻഡ് ചെയ്യാറില്ല. തരുമ്പോൾ അത് ഞാൻ വളരെ ഗൗരവത്തോടെ മേടിക്കും, അവരെ ഒന്ന് ചിരിച്ച് കാണിക്കും. അതിനുശേഷം ഞാനത് പതുക്കെ അവർ പോയി കഴിയുമ്പോൾ എടുത്ത് കളയും. ഞാനത് ശ്രദ്ധിക്കാറില്ല. വായിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് നമ്മളെ ആകർഷിക്കുന്ന സാധനങ്ങളൊന്നും കാണില്ല എന്ന് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ വായിക്കാറില്ല. അങ്ങനെ എൻ്റെ പലതവണ ഈ സാധനം കിട്ടിയിട്ടുണ്ട്. കൃപാസനം എന്ന് പറയുന്ന ഒരു പത്രം. ഞാനിത് വിമർശിക്കുകയോ അവരെ കളിയാക്കുകയോ ഒന്നുമല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമാണ്. നമ്മൾ അതിലേക്ക് കടന്നു കയറി ആരെയും രൂക്ഷമായ വിമർശനങ്ങളോ അല്ലെങ്കിൽ ആരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന സംഗതികളോ ഒന്നുമില്ല. അതൊക്കെ ഓരോരുത്തർക്കും വിശ്വസിക്കാം. അത് അവരവരുടെ ഇഷ്ടമാണ്. ഇങ്ങനെയുള്ള ഈ ലീഫ് ലെറ്ററുകൾ, മതപരമായ എഴുത്തുകൾ, ബൈബിൾ വാചകങ്ങളൊക്കെ കൂടുതലും എനിക്ക് തോന്നുന്നത് ഈ ക്രിസ്ത്യൻ സഭകളിൽ നിന്നാണ് അച്ചടിച്ച് പുറത്തേക്ക് വിടുന്നത്. അതാണ് നമ്മുടെ കൈകളിൽ കൂടുതലായിട്ട് എത്താറുള്ളത്. പണ്ട് കാലങ്ങളിൽ നമ്മളിങ്ങനത്തെ ലെറ്ററുകൾ വീട്ടിലേക്ക് വരുമായിരുന്നു. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുറേ ബൈബിൾ വചനങ്ങൾ എഴുതുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ട് അതൊരു ലെറ്ററായിട്ട് ടൈപ്പ് ചെയ്ത് നമ്മുടെ വീട്ടിലേക്ക് വരും, അല്ലെങ്കിൽ എഴുതി വരും. ഇത് കയ്യെഴുത്ത് പ്രതിയായിട്ട് വരും. ഇത് 1000 പേർക്ക് അയച്ചു കഴിഞ്ഞാൽ വലിയ അത്ഭുതങ്ങൾ നമ്മളെ കാത്തിരിക്കും. അങ്ങനത്തെ പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. അതിപ്പോൾ കുറച്ച് ടെക്നോളജി ഒക്കെ മാറിയതുകൊണ്ട് വാട്സപ്പിൽ അങ്ങനെയുള്ള സാധനങ്ങൾ വരാറുണ്ട്. അത് ഞാൻ മൈൻഡ് ചെയ്യാറില്ല. എന്തായാലും അങ്ങനെ വരുന്നൊരു സാധനമാണ് ഈ കൃപാസനം എന്ന് പറയുന്ന പത്രം. ശരിക്കും ഇത് നമ്മുടെ കയ്യിൽ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും ഇങ്ങനെ ആളുകൾ കൊണ്ട് നടക്കുന്നതാണ്. പല തലമുറയിൽപ്പെട്ടവർ, പല കാറ്റഗറിയിലുള്ള ആളുകളുടെയൊക്കെ ബാഗിൽ, പുസ്തകങ്ങളുടെ ഇടയിലൊക്കെ ഈ സാധനം കാണാം. ഇതെല്ലാവരും കൊണ്ടുനടന്ന് ഇങ്ങനെ വിതരണം ചെയ്യുന്നത് കാണാം. അപ്പോൾ ഞാനിത് അത്ഭുതത്തോടെ ചിന്തിക്കും, ഇവരെന്താണ് ഇങ്ങനെ ഇത് നടത്തുന്നതെന്ന് ചിന്തിക്കുമെങ്കിലും ഞാനിത് കൈ കിട്ടിയാൽ മൈൻഡ് ചെയ്യാറില്ല, ചുരുട്ടിക്കളയാറാണ് പതിവ്. എന്തായാലും അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഒരു ദിവസം, മുറ്റത്തല്ല തിണ്ണയിൽ ഒരു ദിവസം ഈ 2 പത്രം ഇങ്ങനെ കിടന്നു. അപ്പോഴാണ് ഞാനിതെടുത്ത് സത്യം പറഞ്ഞാൽ ഇത് വായിച്ചു നോക്കുന്നത്. സമയമില്ലാത്ത സമയത്തല്ല, നല്ല സമയം ഉണ്ടായിരുന്ന സമയത്താണ് ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ മരിയൻ ഉടമ്പടിയുടെ ഉടനടി അനുഭവങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ് കിടക്കുന്നത്. പിന്നെ ഇതിനകത്ത് കുറേ പേരുടെ സാക്ഷ്യമാണ്, ഈ രോഗസൗഖ്യമുണ്ടായതിൻ്റെ ഒരു സാക്ഷ്യമാണ്. അത് പല തരത്തിൽ ഉള്ള രോഗങ്ങൾ, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, അതെല്ലാം ഇങ്ങനെ വളരെ രസകരമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്ന അതിന് അവർക്കുണ്ടായ അനുഭവങ്ങളാണ്. അതിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത് നമ്മൾ യൂട്യൂബിലൊക്കെ ആ സംഗതി കാണുമ്പോൾ ഇതൊന്ന് തുറന്നു നോക്കിക്കേ എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങൊക്കെ കൊടുക്കത്തില്ലേ, അങ്ങനെ തമ്പും ടൈറ്റിലും അങ്ങനത്തെ വളരെ ആകാംക്ഷ നൽകുന്ന ടൈറ്റിലും തമ്പും ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു സാധനം മുഴുവൻ ടൈപ്പ് ചെയ്തേക്കുന്നത്. അതായത് 1, 2, 3, 4, 5-6 പേജ് മൊത്തം ഇതുപോലുള്ള സാക്ഷ്യങ്ങളാണ്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ളവരുടെ സാക്ഷ്യങ്ങൾ. അതിൻ്റെ പുറകിൽ മറ്റൊരു സാധനമുണ്ട്. കൃപാസനം പത്രവും ഇപ്പോൾ 14 ഭാഷകളിൽ ലഭ്യമാണ്. തെലുങ്ക്, തമിഴ്, മറാഠി, കൊങ്ങിണി, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ്, ഗുജറാത്തി, ബംഗാളി, ഇറ്റാലിയൻ, ജർമ്മനി, ഒഡിയ, സ്പാനിഷ്, മലയാളം, ഇത്രയും ഭാഷകളിൽ മന്ദബുദ്ധികളുണ്ട് എന്നുള്ളതാണ് വളരെ രസകരമായ വസ്തുത. കാരണം ഇതിൻ്റെ ഈ സാക്ഷ്യ പട്ടിക എടുത്ത് വായിച്ചു കഴിയുമ്പോൾ സാധാരണ മനുഷ്യനുണ്ടാകുന്ന രോഗങ്ങൾ, ദുരിതങ്ങൾ, കഷ്ടപ്പാടുകൾ, പണമില്ലായ്മ, ഇതിനെല്ലാം നമ്മുടെ മുൻപിൽ എന്തെങ്കിലും ഒരു സോഴ്സും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉത്തരങ്ങളും ഉണ്ട്. നമ്മൾ എത്രയൊക്കെ ചിന്തിച്ചെന്ന് പറഞ്ഞാൽ, നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ലൈഫിലുണ്ടായെന്ന് പറഞ്ഞാലും അതിനപ്പുറത്തേക്ക് ഒരു പരിഹാരമുണ്ട്. അതിന് നമ്മൾ എന്നാ വിശ്വസിച്ചെന്ന് പറഞ്ഞാലും പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും ഇനി പ്രാർത്ഥിക്കാതിരുന്നെന്ന് പറഞ്ഞാലും അതിന് പരിഹാരം നമുക്ക് വേണ്ടിയിട്ട് അപ്പുറത്ത് കാത്തിരിപ്പുണ്ട്. അതെല്ലാത്തിനും നമ്മൾ ജനിച്ചാൽ മരിക്കണം എന്ന് പറയുന്ന പോലെ നമ്മളിതെല്ലാം ഫേസ് ചെയ്യണം. ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മളിങ്ങനെ കടന്നു പോകും. അതൊക്കെ നേരത്തെ എഴുതപ്പെട്ടത് എന്ന് തന്നെയാണ് നമുക്ക് പലപ്പോഴും തോന്നുന്നത്. കാരണം നമ്മുടെ മുൻപിൽ അടുത്ത സെക്കൻഡിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഒരാളെ കൊണ്ട് ഒരിക്കലും കാൽക്കുലേറ്റ് ചെയ്യണം. അയാൾ അത് അങ്ങനെ തന്നെ സംഭവിക്കണമെന്ന് ഒരു എഴുതി വെച്ച് മുൻപോട്ട് പോകാൻ ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കില്ല. അയാളുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ സംഗതികളും മുൻപ് എപ്പോഴോ സംഭവിക്കപ്പെട്ട കാര്യങ്ങൾ പോലെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ നമുക്ക് തടഞ്ഞു നിർത്താനോ അതിനെ നമുക്ക് പിടിച്ചു നിർത്താനോ പറ്റില്ല. അതങ്ങനെ തന്നെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. പലരും ഇതിനകത്ത് സാക്ഷ്യം എഴുതിയതിനകത്ത് കിണർ കുത്തിയപ്പോൾ വെള്ളം കിട്ടിയെന്നില്ലായിരുന്നു, അങ്ങനെ വെള്ളം കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പത്രം എടുത്ത് അവിടെ കത്തിച്ചിടുന്നു. അല്ലെങ്കിൽ ഇതിൽ നിന്ന് കുറച്ച് ഉപ്പോ എന്തൊക്കെയുണ്ട്, ഉപ്പുണ്ട്, പിന്നെ കുറച്ച് ഓയിൽ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വെഞ്ചരിച്ച് കൊടുക്കപ്പെടും. അപ്പോൾ ആ സാധനങ്ങളൊക്കെ കൊണ്ടിട്ടപ്പോൾ അവിടെ വെള്ളം കിട്ടി, അതുപോലെ അതിർ പ്രശ്നങ്ങൾ തീർന്നു. ഇങ്ങനെ ഭയങ്കര ഒത്തിരി സംഗതികളുണ്ട്. അപ്പോൾ ഈ വെള്ളം എന്ന് പറയുന്ന സാധനത്തെക്കുറിച്ച് തന്നെ ഞാൻ ചിന്തിച്ചപ്പോൾ ആലോചിച്ചു, ശരിക്കും നമ്മളൊന്ന് ആലോചിക്കും, ഭൂമിയിൽ ഉള്ള വെള്ളം ഇത്രയും കാലങ്ങൾ, നൂറ്റാണ്ടുകളായി, പതിറ്റാണ്ടുകളായി, കാലാകാലങ്ങളായിട്ട് ആ ഉള്ള വെള്ളം അത് കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. ആ ഉള്ള വെള്ളം അതേ അളവിൽ തന്നെ നിലനിൽക്കപ്പെടുന്നു. അത് വീണ്ടും ബാഷ്പീകരിച്ച് മുകളിലേക്ക് പോകുന്നു, മഴയായിട്ട് വരുന്നു. അതായത് ഇന്ന് ഞാൻ ഉപയോഗിക്കുന്ന വെള്ളം നാളെ നിങ്ങൾ ഉപയോഗിക്കുന്നു. അതാണ് യഥാർത്ഥമായുള്ള കാര്യം. ആ വെള്ളത്തിനൊരു മാറ്റം ഉണ്ടാകുന്നില്ല. എന്ന് പറയുന്ന പോലെ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കൾക്കും ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. അത് ഇന്ന് നശിക്കപ്പെടുന്നു, നാളെ വീണ്ടും ഉണ്ടാകുന്നു. അതല്ലാതെ വേറെ ഒരു മാറ്റങ്ങളും ഇവിടെ ഉണ്ടാകുന്നില്ല. ഇതാണ് റിയലായിട്ടുള്ള കാര്യം. അങ്ങനെയുള്ള സയൻസ്, ടെക്നോളജി എല്ലാം വികസിച്ച് നിൽക്കുന്ന കാലം. ഞാനിത് ഈ പത്രം കിട്ടി ഈ സാക്ഷിയെല്ലാം വായിച്ചപ്പോൾ ഞാൻ എടുത്ത് കലണ്ടർ നോക്കി, ഇത് ഏതാണ് വർഷമെന്ന്. 2024.
ഈ കാലത്ത് എല്ലാ ടെക്നോളജികളും എല്ലാ അറിവുകളും എല്ലാ സയൻസുകളും നമ്മുടെ വിരൽ തുമ്പിലാണ്. എന്നിട്ടും ഒരാൾ നടത്തുന്ന ബിസിനസ്, അതാണ് എന്നെ അത്ഭുതപ്പെടുന്നത്. 1.3 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഈ കൃപാസനം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിന്. അവർക്ക് കിട്ടുന്ന ഇൻകം, വരുമാനം, അവരുടെ ബിസിനസ് ഐഡിയ, അതിനെക്കുറിച്ചാണ് ഞാൻ ശരിക്കും പറഞ്ഞ് ആലോചിച്ചത്. അച്ഛൻ്റെയും ആ ഒരു ടീമിൻ്റെ ഒരു ബിസിനസ് ഐഡിയ. കാരണം ഇത്രയും ആളുകളെ പൊട്ടന്മാരാക്കി ഇത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കോപ്പികൾ അച്ചടിച്ച് കേരളം മുഴുവൻ, ഇന്ത്യ മുഴുവൻ, ലോകം മുഴുവൻ അവരിങ്ങനെ വിറ്റഴിക്കപ്പെടുന്നു. പല ഭാഷകളിലുള്ള ആളുകൾ ഇതെടുത്ത് വെച്ചിട്ട് ഇത് കൊണ്ടുവന്നു. ഇതിൻ്റെ ഒരു 2ാം പേജിൽ ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് വിങ് നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. കാരണം ഇതിനകത്ത് സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ സമൂഹത്തിലെ ഉന്നതര് അങ്ങനെയുള്ള ആളുകളെ പരിചയപ്പെടുത്തുക, അവരുടെ ഇൻ്റർവ്യൂസ്, അതുപോലെ തന്നെ അവരെന്തൊക്കെയോ സംഗതികൾ ഉദ്ഘാടനം ചെയ്യുന്നൊരു സാധനമാണ്. ഈ പേജിൽ ഞാൻ കണ്ടത് നമ്മുടെ സംവിധായകൻ ലാലും അതുപോലെ തന്നെ നമ്മുടെ ജൂഡ് ആൻ്റണിയും, ഇവർ രണ്ടുപേരുടെ ഇതിൻ്റെ ഒരു സംഗതി ഉദ്ഘാടനം ചെയ്യുന്ന അവരിതിനെക്കുറിച്ചൊരു എഴുത്ത്, അവർ ഈ മതപരമായ എഴുത്തല്ല, അവർ അവിടെ സംഭവിച്ചൊരു കാര്യത്തെക്കുറിച്ചൊരു എഴുത്ത്. അത് ആളുകളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ചെറുതല്ല എന്ന് നമുക്ക് മനസ്സിലാവും. കാരണം ഇത് പല കാറ്റഗറിയിലുള്ളവരെ ആകർഷിക്കാനുള്ള ഒരു ബിസിനസ് തന്ത്രമാണ്. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൃപാസനം എന്ന് പറയുന്നതിൻ്റെ ഒരു മെയിനായിട്ടുള്ള ബിസിനസ് തന്ത്രം. അവരത് എത്ര പോളിഷ്ഡായിട്ടാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്, അത് ജനങ്ങളുടെ ഇടയിൽ. കാരണം ഇതിനു വേണ്ടിയിട്ട് തന്നെ ഭ്രാന്ത് പിടിച്ചു നടക്കുന്ന മനുഷ്യനുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, പല ഏജ് ഗ്രൂപ്പിലുള്ളവർ, ചില കുട്ടികളുണ്ട്, പഠിക്കുന്ന കുട്ടികൾ, അതുപോലെ തന്നെ പിന്നെ ജോലി ചെയ്യുന്നവർ, വർക്ക് ചെയ്യുന്നവർ, ഇവരൊക്കെ ഈ ഒരു സാധനം മടക്കി ബാഗിൽ വെച്ചുകൊണ്ട് നടക്കും. ഇതുകൊണ്ട് എന്തൊക്കെയോ അത്ഭുതങ്ങൾ ഇവർക്ക് സംഭവിക്കുന്നതായിട്ട് ഇവർ വിശ്വസിക്കുന്നു. അതെങ്ങനെയാണ്? അത് ചിലരിത് തലയെണ്ണക്കടിയിൽ വെച്ച് കിടന്നുറങ്ങുന്നവരുണ്ട്, ഭയം മാറാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നവരുണ്ട്. ഒന്ന് ആലോചിക്കണം നമ്മുടെ മനുഷ്യൻ്റെ ഓരോ ചിന്താഗതികൾ. എന്താണ് ഒരു പത്രത്തിന് അല്ലെങ്കിൽ ഒരു ടി വിയിൽ ഈ പ്രോഗ്രാമുകൾ നടക്കുമ്പോൾ അതിൽ സ്ക്രീനിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്, അവിടെ രോഗശാന്തി ഉണ്ടാകുന്നതായി വിശ്വസിക്കുന്നവരുണ്ട്. അവർക്ക് അവരുടെ മനസ്സിനെ അല്ലെങ്കിൽ അവരെക്കുറിച്ച് വിശ്വാസമില്ല, അവർ മറ്റൊരാളെ വിശ്വസിക്കുന്നു. ഏതോ ഒരുത്തൻ എവിടെയോ ഇരുന്ന് പറയുന്ന ഒരു കാര്യത്തെ അവർ വിശ്വസിക്കുന്നു. അതിനേക്കാൾ എന്നെ അത്ഭുതപ്പെടുത്തുന്നത്, ദൈവമുണ്ടെങ്കിൽ ഈ ദൈവത്തിന് എന്തിനാണ് ഒരു മീഡിയേറ്റർ, ഒരച്ഛനോ അല്ലെങ്കിൽ ഒരു പുരോഹിതനോ, ഏതെങ്കിലും ഒരു മനുഷ്യനെ ഇടനിർത്തി നമ്മൾ എന്തിനു പ്രാർത്ഥിക്കണം? ദൈവത്തിന് പ്രാർത്ഥനകൾ കേൾക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിന് ഒരു രീതിയുണ്ടോ, ഇന്ന രീതിയിൽ പ്രാർത്ഥിച്ചാൽ മാത്രമേ ഞാനത് കേൾക്കുകയുള്ളൂ. ദൈവത്തിന് എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ, ദൈവം എന്ന് പറയുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ, അത് ഏത് തരത്തിൽ വേണമെങ്കിൽ പ്രാർത്ഥിച്ചാൽ പുള്ളിക്ക് അത് കേട്ടാൽ മനസ്സിലാവില്ലേ? അപ്പോൾ പിന്നെ എന്തിനാണ് വേറൊരാളുടെ ആവശ്യം? ഇനി അതെല്ലാം പോട്ടെ, എന്തിനാണ് ഇങ്ങനെ പല ഭാഷകളിൽ ഇത് അച്ചടിച്ചിറക്കുന്നത്? ഇങ്ങനെ ഉണ്ടെങ്കിൽ, ദൈവം ഉണ്ടെങ്കിൽ ദൈവത്തിന് ഇതെല്ലാം മനസ്സിലാവില്ല. ദൈവത്തിന് ആകെ ഒറ്റ ഭാഷയല്ലേ ഉള്ളൂ, ഒറ്റ മതമല്ലേ ഉള്ളൂ, ഒറ്റ വിചാരങ്ങളല്ലേ ഉള്ളൂ, ഒറ്റ മനുഷ്യനല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ സാധനങ്ങളെല്ലാം പല ഭാഷകളിൽ അച്ചടിച്ചിറക്കുന്നത്, പല രീതിയിൽ അച്ചടിച്ചിറക്കുന്നത്? പല യൂട്യൂബ് ചാനലുകൾ എന്തിനാണ് തുടങ്ങുന്നത്? എല്ലാ ഭാഷകളിലും ഉണ്ട് ഇതിൻ്റെ യൂട്യൂബ് ചാനലുകൾ. അതുപോലെ തന്നെ ഈ ഇതിൻ്റെ ഒരു ബിസിനസ് സ്ട്രാറ്റജി എന്നുള്ളത്, ഇപ്പോൾ ദൈവത്തിൻ്റെ കാര്യം നമ്മളിത് ഒത്തിരി പറഞ്ഞ് മുന്നോട്ട് പോകുന്നില്ല. എന്നാലും നമ്മൾ ഇതിൻ്റെ ഒരു ബിസിനസ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്, ശരിക്കും ഈ വരുന്ന ഫണ്ട്, ഇതിനകത്തേക്ക് വരുന്ന ഫണ്ടിന് ടാക്സ് കൊടുക്കണ്ട, ഇതിന് കൃത്യമായ കണക്കുകളില്ല, എവിടെ നിന്നാണ് ഈ പണം വരുന്നത്, ആർക്കൊക്കെ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഇതൊന്നും അന്വേഷണം ഉണ്ടാവില്ല. കാരണം ഒരു ഭരണ സംവിധാനത്തെ, ഒരു രാഷ്ട്രീയ പാർട്ടിയെ, അല്ലെങ്കിൽ നമ്മുടെ ഓരോ നാട്ടിൻ്റെയും ഭരണഘടനയെ താങ്ങി നിർത്താൻ മതങ്ങൾക്ക്, പുരോഹിതന്മാർക്ക്, ഇങ്ങനെയുള്ളവർക്കെല്ലാം കഴിയുന്നുണ്ട്. ഇവരെ തൊടാൻ ശരിക്കും പറഞ്ഞാൽ എല്ലാ നിയമങ്ങൾക്കും പേടിയാണ്. തൊട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വിഷയങ്ങളെ പറ്റി ഇപ്പം നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് മലയാള സിനിമ എരിപൊരി സഞ്ചാരത്തിലാണ്. അതുപോലെ ഏതെങ്കിലും മതത്തിനെതിരെയോ ഏതെങ്കിലും ഇങ്ങനെയുള്ള വിശ്വാസത്തിനെതിരെയോ ഒരു അന്വേഷണം നടക്കുമോ? എത്ര കോടി രൂപ, എന്തുമാത്രം അഴിമതികൾ ഈ ഒരു മേഖലയിൽ നടക്കുന്നുണ്ട്, എത്ര കോടി രൂപയുടെ അഴിമതി നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്താനോ ഇവിടെ ഒരു ചരട് മുറുക്കാനോ സർക്കാരിനെ കൊണ്ട് സാധിക്കില്ല. അത് കൃത്യമായിട്ട് അറിയാവുന്ന ഇവർ അടിപൊളിയായിട്ട് ബിസിനസ് ചെയ്യുന്നു. ഇതാണ് ശരിക്കുള്ളത്. നമ്മുടെ ട്രാൻസ് എന്ന് പറഞ്ഞ സിനിമ പോലെ. ശരിക്കും ഇത് വായിച്ചപ്പോൾ എനിക്ക് അത്ഭുതവും തോന്നി, അതിനൊപ്പം തന്നെ നമ്മുടെ നല്ലൊരു വിഭാഗത്തോട് സഹതാപവും തോന്നി. എന്തുകൊണ്ടാണ് മനുഷ്യരിങ്ങനെ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്, പരിഹാരമില്ലാത്ത ഒരു വിഷയങ്ങളുമില്ല. അതിനെ നമുക്ക് സ്വയം കണ്ടെത്താവുന്നതേ ഉള്ളൂ. അതിന് മറ്റൊരാളുടെ ആവശ്യമില്ല, മറ്റൊരു പത്രത്തിൻ്റെ ആവശ്യമില്ല, ഇത് കൈ പിടിക്കേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങൾക്ക് തരുന്ന ഒരു ആത്മവിശ്വാസം എന്ന് മാത്രമേ ഉള്ളൂ. അത് നിങ്ങളുടെ മനസ്സ് തരുന്ന ആത്മവിശ്വാസമാണ്. അതിനപ്പുറത്തേക്ക് എന്താണ് ഇതിന് നിങ്ങളുടെ അടുത്ത് ചെയ്യാൻ കഴിയുക? ഇത് വെറും പേപ്പറാണ്. അല്ലെങ്കിൽ അവിടെ നിന്ന് പ്രസംഗിക്കുന്ന ആൾക്ക് ഒരു പവറുമില്ല. അയാൾക്ക് നാളത്തെ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സംഗതിയെങ്കിലും മാറ്റിവെക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അടുത്ത സെക്കൻഡിൽ നിങ്ങളുടെ ലൈഫിൽ എന്താണ് നടക്കുന്നതെന്ന് അയാൾക്ക് പ്രവചിക്കാൻ പറ്റുമോ? അതെല്ലാം പോട്ടെ, നിങ്ങളുടെ ലൈഫിലുള്ള യഥാർത്ഥ വിഷയങ്ങൾ എന്താണെന്ന് അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അയാൾക്ക് അവിടെ നിന്ന് പ്രസംഗിക്കാൻ മാത്രമേ കഴിയൂ. ഈ പത്രത്തിന് നിങ്ങളുടെ കയ്യിലിരുന്ന് ഇങ്ങനെ
കാറ്റടിക്കാൻ മാത്രമേ കഴിയൂ. അതിനപ്പുറത്തേക്ക് ഒന്നും നടക്കില്ല. എന്നിട്ടും നിങ്ങളിത് വിശ്വസിക്കുന്നു, നിങ്ങളിത് പ്രചരിപ്പിക്കുന്നു, ഇത് പല വീടുകളുടെ മുറ്റത്തോടെ ഇടുന്നു, പല ആളുകളെ ഏൽപ്പിക്കുന്നു. മാനസികമായി തകർന്നു നിൽക്കുന്നവരെയും തളർന്നു നിൽക്കുന്നവരെയും ഇത് വെച്ച് ചൂഷണം ചെയ്യുന്നു, അവരുടെ നിന്ന് പണമുണ്ടാക്കുന്നു. ഇതുപോലെ വലിയ രീതിയിൽ ഫണ്ടറിയാൻ ഒരുപാട് ആളുകൾ ലോകത്തിൻ്റെ പല മൂലകളിൽ കാത്തിരിക്കുന്നു. ഇത് നമ്മൾ എന്തിന് ഇങ്ങനെയുള്ള വ്യാജന്മാരെ, കള്ളന്മാരെ വളർത്തിക്കൊണ്ടുവരണം? ഇവരെ ഒന്നും പ്രോത്സാഹിപ്പിക്കരുത് ഒരിക്കലും. കാരണം ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിമർശിക്കാൻ തോന്നും, അല്ലെങ്കിൽ എന്നെ ചീത്ത വിളിക്കാൻ തോന്നും. എങ്കിലും ഒന്ന് അകത്തേക്കിരുന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാവുന്ന കാര്യം, അകത്തേക്കെന്ന് വെച്ചാൽ നിങ്ങളുടെ ഉള്ളിലേക്ക് ഇരുന്ന് ചിന്തിച്ചാൽ കൃത്യമായി മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങളുടെ മുൻപിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങളെക്കൊണ്ട് പരിഹാരം കണ്ടെത്താൻ പറ്റും. അത് മറ്റൊരാളെ കൊണ്ടേ പറ്റില്ല, മറ്റൊരാൾക്കും നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല. കാരണം അങ്ങനെയാണ് നമ്മുടെ പ്രകൃതിയും ജീവിതവും ഒക്കെ മുൻപോട്ട് പോകുന്നത്. അങ്ങനെയുള്ളപ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ പെയ്യുന്ന മഴ, അതിനെ തടഞ്ഞു നിർത്താൻ നിങ്ങളെക്കൊണ്ടോ ഈ പറയുന്ന ആരെ കൊണ്ടെങ്കിലും പറ്റുമോ? പ്രകൃതി ക്ഷോഭങ്ങളെ തടഞ്ഞു നിർത്താൻ പറ്റുമോ? രോഗങ്ങളെ കൊണ്ട്, കൊറോണയെ തടഞ്ഞു നിർത്താൻ ഇവരെ കൊണ്ട് ആരെ കൊണ്ടെങ്കിലും പറ്റുമോ? സ്ഥിരമായിട്ട് എല്ലാവരും പറയുന്നതായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എങ്കിൽ പോലും പറ്റുമോ? ഇനിയും വരുന്ന വ്യാധികൾ, ആകുലതകൾ, ഇതൊക്കെ അവരെ കൊണ്ട് തടഞ്ഞു നിർത്താൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്തിന് ഇതിൻ്റെ പുറകെ നടന്ന സമയങ്ങളാണ്? അതുകൊണ്ട് ചിന്തിക്കുക, അത് മാത്രമേ പറ്റൂ. നല്ല ബുദ്ധിപൂർവ്വം ചിന്തിക്കുക. ഇന്നത്തെ ലോകം അങ്ങനെയാണ്. ആ ലോകത്തിനൊപ്പം നീങ്ങുക. ഇതുപോലുള്ള ബിസിനസ്സുകളെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക.